ഹായ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ എളുപ്പം ചെയ്യാൻ പറ്റിയതുമായ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ദാൽ ചിക്കൻ. ഇതിനായിട്ട് വേണ്ടത് ദാലാണ്. ഏകദേശം 250 ഗ്രാം ദാൽ ഞാൻ ക്ലീൻ ചെയ്ത് കുക്കറിൽ എടുത്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെച്ചാൽ മതിയാകും. അതിനുശേഷം അതിലേക്ക് ഒരു 500 ഗ്രാംസ് വരുന്ന ചിക്കനാണ് ചേർത്ത് കൊടുത്തത് വിത്ത് ബോൺ. ഇത് നമ്മുടെ ഒരു വലിയ സവോള, അതിലേക്ക് പച്ചമുളക് ഏകദേശം ഒരു 5 അല്ലെ 6 പീസ് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്. ഇനി അടുത്തതായിട്ട് നമ്മളിതിലേക്ക് വളരെ കുറച്ച് എമൗണ്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. ഒരു 1/4 ടീസ്പൂൺ മതിയാകും. പിന്നെ വെള്ളം നമ്മൾ സാധാരണ ചിക്കൻ കുക്ക് ചെയ്യുന്നതിനേക്കാളും കൂട്ടി വേണം എടുക്കാൻ കേട്ടോ. കാര്യം നമ്മുടെ പരിപ്പും കൂടെ ഇതിനൊപ്പം വെന്ത് വരുന്നത് കൊണ്ട് അടുക്കി പിടിക്കാനായിട്ടുള്ള സാധ്യത അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഗരം മസാലയാണ് ഇത്തവണ ഉപയോഗിച്ചത്. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ വരുന്ന ഗരം മസാല ഞാൻ ചേർത്ത് കൊടുത്തു. ചിക്കൻ മസാല ആയാലും മതി. പിന്നെ ദേ വിസിലടിച്ച് കുക്ക് ചെയ്ത് മാറ്റി വെച്ചു. അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു വറവിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ചെറിയ ജീരകം, നല്ല ജീരകം എന്നൊക്കെ പറയില്ലേ, അതും അതോടൊപ്പം വറ്റൽമുളകും പിന്നെ ചതച്ചെടുത്തിട്ടുള്ള നമ്മുടെ കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത്, പിന്നെ ഗാർണിഷിങ്ങിനായിട്ട് ഇത്തിരി കൊറിയാണ്ടർ ലീവ്സ് അതും കൂടെ ഇനിയൊന്ന് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് കേട്ടോ. ചപ്പാത്തി, പൂരി, പൊറോട്ട, ഈവൻ റൈസിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വിഹാൻസ് റെസിപ്പീസ് യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ ഇതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും നമ്മൾ ഇതിന് ഒരു കുറുക്കം കിട്ടാനായിട്ട് ഞാൻ ക്രീമാണ് ചേർക്കുന്നത്. അത് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ അത് അവോയ്ഡ് ചെയ്തേക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ, നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ പശുവിൻ പാൽ, കൗസ് മിൽക്ക് ഏകദേശം ഒരു 1/2 കപ്പ് നല്ലതായിട്ട് ബോയിൽ ചെയ്ത് ഒന്ന് കൂളാകുമ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ദാൽ കറി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് വിഹാൻസ്.